മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ബന്ധുവാണല്ലോ, കസിനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയിൽ ഒരു നിസ്കാരത്തിന്റെ കൂലി 1000 മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇവിടങ്ങളിലൊക്കെ ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എമ്പാടും തരട്ടെ. ആ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇഅ്തികാഫിരിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന തങ്ങളുകുട്ടി. സയ്യിദാണവര്. ആ സയ്യിദിനെ കാണുമ്പോഴാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും, വളരെ ചെറുപ്രായമാണ്, ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തിയിട്ട് പറയും, ഹകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണെന്നറിഞ്ഞാൽ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് എന്നവരുടെ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയാറുണ്ട്. ചെറിയ കുട്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോൾ 20 താഴെയാണ് പ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ ആ കുട്ടിയെ കാണുമ്പോ കൈപിടിച്ചു മുത്തും. അതുകൊണ്ടാണ് നമ്മൾ സയ്യിദന്മാരുടെ കൈപിടിച്ചു മുത്തുന്നത്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെയാണ്. ഹകദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലെ ഒരു രംഗത്തെ കണ്ടാൽ, ഒരു സയ്യിദിനെ കണ്ടാൽ അവരുടെ കൈപിടിച്ച് ഇങ്ങനെ മുത്തണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ആരാ കൽപ്പിച്ചിട്ടുണ്ടാവുക? ആരാ അത് പറഞ്ഞു കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ സയ്യിദാണ് മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നത്. പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു, മുഖത്ത് വല്ലാത്ത ഖേദമുണ്ട്, എന്തോ സങ്കടമുള്ള വിഷയമുണ്ടായിട്ടുണ്ട്. വളരെ ഖിന്നനായി ദുഃഖിതനായി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ ഇഅ്തികാഫിലിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഫുലാൻ അറാക മുക്തഇബൻ ഹസീനാ. മുഖത്തെന്തോ സങ്കടമുണ്ടല്ലോ. സയ്യിദ് ചോദിക്കുക, ഒരു തങ്ങളുകുട്ടി ചോദിക്കുകയാണ്, സങ്കടമുണ്ടല്ലോ മുഖത്ത്, എന്തോ വിഷമം തോന്നുന്നുണ്ടല്ലോ. അറാക മുക്തഇബൻ കഈബാ ഹസീനൻ. സങ്കടമുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? നഅം യബ്ന അമ്മി റസൂലില്ലാഹ് علي لفلان حق ولا وحرمة صاحب هذا القبر ما قدر عليه. ഇബ്നു അബ്ബാസ് എന്ന തങ്ങളുകുട്ടി, തങ്ങളെ സയ്യിദ് എന്നവരെ, ആരാണോ ഈ ഖബറിൽ കിടക്കുന്നത് ആ സയ്യിദിന്റെ, ആ ഹബീബായ നബിയുടെ പരിശുദ്ധിയെ മുൻനിർത്തി ഞാൻ പറയട്ടെ, ഞാൻ ആർക്കോ ചില കടപ്പാടുകളുണ്ട്, അത് എന്നോട് വിട്ടാൻ കഴിയുന്നില്ല, വലിയ വിഷമത്തിലാണ്. നമുക്ക് കടണ്ടാവില്ല, കടണ്ടാകുമ്പോ അത് വീട്ടേണ്ട സമയമാകുമ്പോ ഒരു ബേജാറ്, പടച്ചോനെ സമയമായല്ലോ, നവംബർ 21 തരാന്നാ പറഞ്ഞത്, പഠിച്ച റബ്ബേ ആയിട്ടില്ലല്ലോ, വിഷമുണ്ടാവും. അല്ലാഹു ആ വിഷമങ്ങളൊക്കെ നമുക്ക് അകറ്റിത്തരട്ടെ, സലാമത്താക്കി തരട്ടെ. കടം വാങ്ങിയിട്ട് മൊബൈൽ ഫോൺ മാറ്റുന്നവരെ പറ്റിയല്ലേ പറഞ്ഞത്? ഫോണല്ല, നമ്പർ മാറ്റുക, പിന്നെ വിളിച്ചെടുക്കാതിരിക്കുക, അത് ചെയ്യാൻ പാടില്ല. അത് ആ വിളവൊന്നും അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലേ, അള്ളാഹു പിടിക്കും. കണ്ട, കടം വാങ്ങിയാൽ എന്ത് ചെയ്യാം? അവരോട് പറയാം, വിഷമത്തിലാണ്, ഒരല്പം കൂടെ നീട്ടിത്തരൂ, ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത്, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ തരാൻ കഴിയുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത്, നിങ്ങൾ ഒന്നും ഒരല്പം എനിക്ക് സാവകാശം തരും. എന്തൊരു റാഹത്തായിരിക്കും. സന്ദർഭികമായിട്ട് പറയാണ്, കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിച്ചവനെ കൊല്ലാൻ പോണ കാലാണ് ഇപ്പോ. കടം കൊടുത്ത ആള് ഇതിന്റെ അടുത്ത് കടം വാങ്ങിച്ച പൈസ തരാനായല്ലോ, എന്താ തരാത്തതെന്ന് ചോദിച്ചാ പിന്നെ അയാൾക്ക് നടക്കാൻ പറ്റൂല നാട്ടിലൂടെ. എന്തൊരു കാലല്ലേ കുറച്ചോനെ. അപ്പൊ എങ്ങനെ ആൾക്കാർ കടം കൊടുക്കുക? പിന്നെ ആർക്കെയും സഹായിക്കാൻ തോന്നുമോ? അതുകൊണ്ട് നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും പണ്ടെടുത്തിട്ട് ലോൺ സ്വർണ്ണപ്പണയം, അല്ലെങ്കിൽ ബാങ്കുകാരുടെ ലോൺ എടുത്തിട്ടൊക്കെ നമുക്ക് ഹറാമിലേക്ക് പോകേണ്ട അവസ്ഥ വന്നത് ഒരുപാട് നന്മ ചെയ്ത ആളുകളോട് നമ്മൾ നന്ദികേട് കാണിച്ചപ്പോഴാണ്. അപ്പൊ അല്ലാഹു അതിന്റെ നന്മയുടെ വഴികളൊക്കെ അടച്ചു വെച്ചു, നിങ്ങൾക്ക് വേണ്ട അത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇബ്നു അമ്മായവരെ, എനിക്കൊരാളോടൊരു കടപ്പാടുണ്ട്, അത് ഞാൻ വീട്ടാൻ ബാധ്യസ്ഥനാണ്.
ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കില്ല, എന്തെങ്കിലും ഉപദ്രവം വരുമോ എന്ന് പേടിയുണ്ട്. ആ വിഷമത്തിലാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇഅ്തികാഫിരിക്കുന്ന നേരമാണ്. ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ പുണ്യമുള്ള പള്ളിയല്ലേ മസ്ജിദുൻ നബവി, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി. 1000 എന്തേ 1000 എന്നാവാൻ കാരണം എന്നറിയോ? എന്തേ 1 ലക്ഷം അല്ലാഹു കൊടുത്തുകൂടായിരുന്നോ? മക്കയിൽ 1 ലക്ഷം കൊടുത്തുവല്ലോ അല്ലാഹു. അൽ ഹറമുൽ മക്കി, മക്കയിൽ കിടക്കുന്ന ഹറമിൽ ഒരു നിസ്കാരത്തിന് 100,000 1 ലക്ഷമാണ് നിസ്കാരത്തിന് കൂലി. അല്ലാഹുക്കത് 99,999 മദീനത്ത് കൊടുക്കാൻ അല്ലാഹുക്ക് കഴിയൂലേ? എന്തേ അല്ലാഹു 1000 ആക്കിയെന്നറിയോ? മദീനത്തേക്ക് നിങ്ങൾ വരുന്നത് സ്നേഹമുണ്ടെങ്കിൽ വന്നാൽ മതി, എന്റെ നബിയോട് ഇഷ്ടമുള്ളവർ വന്നാൽ മതി, കൂലി കിട്ടാൻ കച്ചവടക്കാർ ഇങ്ങോട്ട് വരണ്ട. എങ്ങനെ? വെറും കച്ചവട ലാഭം. ഹജ്ജിന് പോയി നേരെ മക്കത്തുനിന്ന് ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഒന്ന് മദീന വരെ പോയിക്കൂടെ? നേരല്ല. എന്തൊരു, ഞാൻ അവരെ ഒന്നും കുറ്റം പറയല്ല, പക്ഷേ സമയമുള്ളവർ പോകാതിരിക്കുന്നത് മിനിമം ഒരു അച്ചടക്ക ലംഘനമല്ലേ? ആരാണ് മക്കയിൽ 1 ലക്ഷം കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചത്? ആരാണ് തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് സഅയ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് ഉംറയുടെ കൂലി പഠിപ്പിച്ചത്? മഖബൂലായ ഹജ്ജ് ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചത് ആരാണ്? മദീനയിൽ കിടക്കുന്ന രാജകുമാരനല്ലേ, മുത്തുനബിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നവിടം വന്നിട്ട് ഹബീബിന്റെ റൗദയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സലാം പറയണ്ടേ? അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അങ്ങനെ ഒരു സലാം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നോ ശിർക്ക് സംഭവിക്കുമെന്നോ മുസ്ലിമായ ഒരു കുട്ടിക്കും പറയാൻ കഴിയില്ലല്ലോ. എന്തേ അത് ചെയ്യാതെ പോരുന്നത്? എന്റെ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇത് സ്നേഹമുള്ള സ്ഥലമാണ്. സ്നേഹമുള്ളവർ സ്നേഹിതന്മാരെ കാണാൻ വരുന്ന സ്ഥലമാണിത്. മെഹബൂബായ എന്റെ നബിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, അവിടെ 1000 ഉള്ളൂ. അള്ളാഹുവിനെ തരാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ സ്വർഗത്തിന്റെ ഒരു കഷ്ണം അവിടെ കൊടുത്തുപോയിട്ടുണ്ട് അല്ലാഹു. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടെന്ന് ഞാൻ പുറത്തിറങ്ങി മസ്ജിദിലേക്ക് നടക്കുന്ന മുസല്ലക്കിടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റൗദയാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പോയാൽ അവിടെ ആൾക്കാർ എഴുന്നേറ്റ് കൊടുക്കൂല. ശ്രദ്ധിച്ചിട്ടില്ല? മദീനത്തേക്ക് പോയവരൊക്കെ എഴുന്നേറ്റ് കൊടുക്കണം എന്നാണ്. പ്രായമുള്ളവരൊക്കെ ഉണ്ടാവൂലേ? ചെറിയ ഒരു ദിവസത്തെ 2 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ മദീനത്ത് വന്നു പോകുന്നത് 2 റക്അത്ത് റോൾ നിസ്കരിച്ച് കിട്ടിയാൽ അൽഹംദുലില്ലാ. അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മള് സ്വയം മുതലാക്കാന്ന് പറഞ്ഞത് അതിനേക്കാളൊക്കെ കൂലി എഴുന്നേറ്റ് കൊടുക്കലാണ്. അവിടെ കൂലി അതിനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയുമോ? അറാക മുക്തഇബൻ ഹസീന. മുഖത്ത് സങ്കടമുണ്ടല്ലോ, മുഖത്ത് ദുഃഖമുണ്ടല്ലോ സഹോദരാ, എന്തു പറ്റി? ആരാ ചോദിക്കുന്നത്? ഒരു തങ്ങളായി ചോദിക്കുന്നത്. ആരാണ് തങ്ങൾ? ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പൊന്നുമോൻ അബ്ബാസ് എന്നവരുടെ മകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മുഖത്ത് സങ്കടമുണ്ടല്ലോ, വിഷമുണ്ടോ? അത് റാഹത്തല്ലേ? പള്ളിക്ക് ചെല്ലുമ്പോ അല്ലെങ്കിൽ എവിടെ കാണുമ്പോ വിഷമുണ്ടോ? ഇതാരും ചോദിക്കൂല. ഉണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കേണ്ടി വരൂലേ? അപ്പൊ ചോദിക്കൂല. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്ക് വിഷ്കന്മാരൊക്കെ ആയിട്ടുണ്ടോ? നമ്മളെ ഈ ഭാഗത്തുള്ളവരൊന്നും ആയിട്ടില്ലല്ലോ. ഇല്ല, അൽഹംദുലില്ലാ. ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ നല്ല വാക്കെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് തരട്ടെ. വിഷമുണ്ടോ? അള്ളാഹു നിങ്ങളെ കടം വീട്ടി തരട്ടെ. എന്റെ അടുത്ത് ഒന്നുമില്ല, അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്തോ റാഹത്താണ്. അത്ര പറയാലോ. ഇബ്നു അബ്ബാസ് എന്നവർ ഇഅ്തികാഫിരിക്കുമ്പോഴായി ചോദിക്കുന്നത്, വിഷമമുണ്ട്, ഞാൻ ഒരാളോടൊരു കടപ്പാടുണ്ട്, അത് വീട്ടാൻ സാധ്യമായിട്ടില്ല, വിഷമമുണ്ട്. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേൾക്കണോ? അഫലാ ഉകല്ലിമുഹു ഫീക്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളോടൊന്ന് സംസാരിക്കണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളോടൊന്ന് സംസാരിക്കണോ? ആര് ചോദിക്കാൻ? ഈ സയ്യിദ് ചോദിക്കാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
ഞാൻ വന്ന് സംസാരിച്ചാൽ മതിയോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന ഹബബത്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വലിയ റാഹത്തായിരുന്നു. പണക്കാട് കുടുംബത്തിൽ ചെന്നിട്ട് അവര് ചോദിക്കണം, വല്ല വിഷമുണ്ടോ, ഞാൻ വിളിച്ചു പറയണോ? എന്ത് റാഹത്തായിരിക്കുമല്ലേ. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ സയ്യിദന്മാർ, വിശേഷിച്ച് പാണക്കാട് കുടുംബം, അതുപോലെയുള്ള ഒരുപാട് സാദാത്യങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ എന്നും യശസ്സിലും ഇസ്സത്തിലും ഈ ഉമ്മത്തിന് താങ്ങായി അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫൻതഅല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കുകയായി. ثم خرج من المسجد, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, അനസീത മാ കുൻത ഫീഹ്, ഇബ്നു അബ്ബാസ് എന്നവരെ, നിങ്ങൾ ഏതൊരു വിഷയത്തിലായിരുന്നോ പള്ളിയിൽ ഉണ്ടായിരുന്നത്, അത് നിങ്ങൾ മറന്നോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഅ്തികാഫിരിക്കല്ലേ, മറന്നുപോയോ? എന്റെ കൂടെ പുറത്തിറങ്ങി വരികയാണോ? ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോവാൻ പാടില്ലെന്നല്ലേ മസ്അല? എന്തേ നിങ്ങൾ എന്റെ കൂടെ പുറത്തു പോരുകയാണോ? ഇത് പറഞ്ഞപ്പോൾ സയ്യിദീങ്ങളുടെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞുപോയ സയ്യിദാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. കൊടുത്ത മറുപടിയുണ്ട്. വലാകിന്നി സമിഅ്തു സാഹിബ ഹാദൽ ഖബ്രി വൽഹദു ബിഹി ഖരീബ്. ഞാൻ മറന്നതല്ല. ആരാണോ ഈ ഖബറിൽ കിടക്കുന്നത്, ആരാണത്? മുത്തുനബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ അഹദു ബിഹി ഖരീബ്, ഈ അടുത്തല്ലേ മുത്തുനബി നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ. ആ ഖബറിൽ കിടക്കുന്ന മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജമഅത്ത് ഐനാ, ഇബ്നു അബ്ബാസ് എന്നവരുടെ കണ്ണുകൾ നനഞ്ഞു തുടങ്ങി. എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ മശാ ഫീ ഹാജതി അഖീഹി വബലഗ ഫീഹാ, ഏതെങ്കിലും ഒരാൾ ഒരു പാവപ്പെട്ടവന്റെ, ഒരാവശ്യക്കാരന്റെ വിഷയത്തിന് കൂടെ നടന്നു പോവുകയും ആ വിഷയം അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ കാന ഖൈറൻ മിൻ ഇഅ്തികാഫി 10 സിനീൻ, 10 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിരന്തരമായി ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യമാണ് വിഷമമുള്ള ഒരാളുടെ കൂടെ നടന്നുപോയി അയാളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതെന്ന് ഈ ഖബറിൽ കിടക്കുന്ന മുത്ത് റസൂൽ എന്നെ പഠിപ്പിച്ചതെനിക്ക് ഓർമ്മയുണ്ട്. വമൻ ഇഅ്തകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു ദിവസം ആരെങ്കിലും ഇഅ്തികാഫിരുന്നാലോ, എത്രയാ കൂലി? ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി 3 ഖനാദിഖ് അബ്അദ മാ ബൈനൽ ഖാഫിഖൈൻ. കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള അത്രക്ക് വീതിയുള്ള 3 കിടങ്ങുകളാണ് ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഇഅ്തികാഫിരുന്നാൽ അങ്ങനെ 10 വർഷം ഇഅ്തികാഫിരുന്ന കൂലി ഒരു വിഷമമുള്ളവന്റെ കൂടെ നടന്ന് അയാളുടെ പ്രശ്നം പരിഹരിച്ചാൽ കിട്ടുമെന്ന് ഈ ഖബറിൽ കിടക്കുന്ന മുത്തുനബി പറയുമ്പോ നിങ്ങളുടെ വിഷമത്തിലേക്ക് ഞാൻ ഇറങ്ങണ്ടയോ എന്ന് ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്തായി പറയുന്നത്? പള്ളിയുടെ ഉള്ളിൽ ഇബാദത്തുണ്ട്, പള്ളിയുടെ പുറത്തും ഇബാദത്തുണ്ട്. ഈ സേവന പ്രവർത്തനങ്ങളെ ചെറുതല്ല, വലുതാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.